സംരംഭക മികവിന് ആദരം നൽകി 24 ബിസിനസ് അവാർഡ്. കൊച്ചി ഇടപ്പള്ളി മാരിറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സംരംഭകർക്ക് മന്ത്രി ചടങ്ങിൽ വെച്ച പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ സംരംഭക മികവ് തെളിയിച്ചവരെയാണ് 24 ആദരിച്ചത്. 11 വിഭാഗങ്ങളിലാണ് അവാർഡുകൾ. സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകർക്കാണ് ചടങ്ങിൽ ആദരവ്. കേരളത്തിലെ ഏറ്റവും മികച്ച ബിൽഡേഴ്സായി തെരഞ്ഞെടുത്ത സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹൽ അസീസ് മന്ത്രി പി രാജീവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ട്രാവൽ ഐക്കൺ ഇൻ ടൂറിസം അവാർഡ് ബെന്നീസ് റോയൽ ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ചു. കേരളത്തിലെ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി പുരസ്കാരത്തിന് ജിൻഡാസ് ലേണിംഗ് സൊല്യൂഷൻ ലഭിച്ചു. ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള എന്ന അവാർഡ് കാറ്റഗറിയിലാണ് ജിൻഡാസ് ലേണിംഗ് സൊല്യൂഷൻസ് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. ഐക്കോണിക് അറേബ്യൻ റെസ്റ്റോറന്റ് പുരസ്കാരം അൽത്താസ റെസ്റ്റോറന്റിന്. ബെസ്റ്റ് ഇന്നോവേറ്റീവ് ബ്രാൻഡ് ഇൻ ആയുർവേദ വനോര ഓർഗാനിക്സിന് ലഭിച്ചു. ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ഫോർ അയർലൻഡ് എഡ്യൂക്കേഷൻ എഡ്ഹോക് ഇന്റർനാഷണൽസിനാണ് ലഭിച്ചത്. ബെസ്റ്റ് കൺസൾട്ടന്റ് ഇൻ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ എബേ സർവീസസിനാണ് അവാർഡ് ലഭിച്ചത്. കേരളത്തിലെ മികച്ച IAS അക്കാദമി പുരസ്കാരം ഫോർച്യൂൺ അക്കാദമിക്കാണ് ലഭിച്ചത്. കേരളത്തിലെ മികച്ച IT ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ബ്രോട്ടോടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചു. ദക്ഷിണേന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് പ്രൊവൈഡറായി ആദി ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി ട്രാഡ്മാക്സ് അക്കാദമിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെന്റ് കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ എന്നിവരടങ്ങുന്ന വിശിഷ്ടാതികളും ചടങ്ങിനെ സമ്പന്നമാക്കി. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിന്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം ഗോകുലം നിർവഹിച്ചു. കൊച്ചി. യഥാർത്ഥത്തിൽ 10-11 പേർക്ക് പുരസ്കാരങ്ങൾ നൽകാൻ ഇത്രയധികം സമയം ചെലവഴിച്ച് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് സമയം കണ്ടെത്തി എന്നുള്ളതാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു പതിവ് പോലെ വ്യവസായ മന്ത്രി പി രാജീവിന്. ഇത് കഴിഞ്ഞും അദ്ദേഹത്തിന് രാത്രിയിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം അവിടെ ശ്വാസം പിടിച്ച് നിന്ന് ഇത്രയും നേരം 1 മണിക്കൂറിലധികം നിന്നാണ് അദ്ദേഹം പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. പുരസ്കാര ജേതാക്കൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം കൂടി ഇന്നലെ ഈ അവാർഡ് മേളയിൽ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചറിയാം. കുട്ടികൾ വരുന്ന പ്രമേഹ രോഗമാണ്. ഈ പ്രമേഹ രോഗം, അതായത് UKG LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പ്രമേഹം ബാധിച്ച് ഒരുപാട് ക്ലേശങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നത്. എപ്പോഴാണ് ഈ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കുറയുന്നത് എന്നറിയാതെ പോകും. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് ലിബ്ര എന്നൊരു സാധനം നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അളവ് കുറയുന്നതും കൂടുന്നതും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഈ എക്യുപ്മെൻറ്റ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചാൽ 15 ദിവസത്തേക്ക് തന്നെ ഏതാണ്ട് 5000 രൂപ വേണം. അങ്ങനെ ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന്
ഏതാണ്ട് 500 കുട്ടികൾക്ക് 25 ലക്ഷം രൂപ ചെലവാക്കി ഈ കുട്ടികൾക്ക് ഈ ലിബ്ര വാങ്ങിക്കൊടുക്കാനും ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000-ലധികം കുട്ടികൾക്ക് ഇപ്പോൾ ഈ പ്രമേഹ രോഗമുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റു കുട്ടികൾ കൂടി ഈ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പെഡിമിക്സിൻ്റെ ഡോക്ടർ AV അനൂപ് തന്നെ ഇന്നലെ എന്നോട് പറഞ്ഞു, കുറച്ച് കുട്ടികൾക്ക് വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ. നമുക്ക് മുതിർന്നവർക്ക് പ്രമേഹം വരുന്നതിനേക്കാളും വളരെ കടുപ്പമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ. കാര്യം LKG UKG ലിബ്ര എന്താണെന്നോ പ്രമേഹം എന്താണെന്നോ അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് അകാലത്തിലെ ഈ അസുഖം വരികയാണ്. എന്തായാലും 25 ലക്ഷം രൂപ ഫ്ലവേഴ്സ് ഫാമിലിയിൽ നിന്ന് കൊടുക്കുകയാണ് ഇതിനായിട്ട്. അതായിരുന്നു ഗോകുലം ഗോപാലേട്ടൻ ഇന്നലെ അത് 4-5 കുട്ടികൾക്ക് വിതരണം ചെയ്തു. ബാക്കി കുട്ടികൾ കൂടി വിതരണം ചെയ്യും.